ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ അപ്രതീക്ഷിതവും നാടകീയവുമായ വഴിത്തിരിവുകൾ സൃഷ്ടിച്ചുകൊണ്ട് വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ അമേരിക്കൻ സൈന്യം പിടികൂടി. കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെ കാരക്കാസിൽ നടന്ന അതീവ രഹസ്യ സൈനിക നീക്കത്തിനൊടുവിലാണ് മഡുറോയും പത്നി സിലിയ ഫ്ലോറസും അമേരിക്കയുടെ പിടിയിലാകുന്നത്. തുടർന്ന് അതീവ സുരക്ഷാ സന്നാഹങ്ങളോടെ ഇരുവരെയും ന്യൂയോർക്കിലെത്തിച്ചു. ന്യൂയോർക്കിലെ ഫെഡറൽ കോടതിയിൽ ഹാജരാക്കിയ മഡുറോ തനിക്കെതിരെ ചുമത്തിയിരിക്കുന്ന നാർക്കോ ടെററിസം, ലഹരിക്കടത്ത് തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങളെല്ലാം നിഷേധിച്ചു. കാക്കി നിറത്തിലുള്ള ജയിൽ വസ്ത്രം ധരിച്ച് കോടതിയിലെത്തിയ മഡുറോ താൻ ഇപ്പോഴും വെനസ്വേലയുടെ ഔദ്യോഗിക പ്രസിഡന്റാണെന്നും തന്നെ തട്ടിക്കൊണ്ടുവന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നും കോടതിയിൽ വാദിച്ചു. ഞാനൊരു മാന്യനായ മനുഷ്യനാണ്, എന്റെ രാജ്യത്തെ എനിക്ക് തിരികെ വേണം എന്നായിരുന്നു പരിഭാഷകൻ വഴി അദ്ദേഹം ജഡ്ജിയോട് പറഞ്ഞത്. അതേസമയം വെനസ്വേലയുടെ പരമാധികാരത്തിൽ അമേരിക്ക പിടിമുറുക്കുന്നതിന്റെ സൂചനകളാണ് വാഷിംഗ്ടണിൽ നിന്നും ലഭിക്കുന്നത്. വെനസ്വേലയുടെ ഭരണം ഇനി മുതൽ അമേരിക്കയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരിക്കുമെന്ന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. വെനസ്വേലയിലെ എണ്ണ സമ്പത്ത് സംരക്ഷിക്കാനും അവിടുത്തെ ക്രമസമാധാനം ഉറപ്പുവരുത്താനും അമേരിക്കൻ കമ്പനികൾക്ക് അധികാരം നൽകുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. മഡുറോയുടെ ഭരണകൂടം തകർന്നെന്നും ഇനി കാര്യങ്ങൾ തങ്ങൾ തീരുമാനിക്കുമെന്നുമാണ് ട്രംപിന്റെ നിലപാട്. എന്നാൽ അമേരിക്കയുടെ ഈ നടപടി ഐക്യരാഷ്ട്രത്തിൽ വലിയ ഒച്ചപ്പാടുകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ഒരു പരമാധികാര രാജ്യത്തിന്റെ തലവനെ സൈനിക നീക്കത്തിലൂടെ പിടിച്ചുകൊണ്ടുപോകുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിൽ തുറന്നടിച്ചു. വെനസ്വേലയിൽ വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് താൽക്കാലിക ചുമതല ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും കാരക്കാസിലെ തെരുവുകൾ വിജനമാണെന്നും ജനങ്ങൾ ഭീതിയിലാണെന്നുമാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചേക്കാവുന്ന ഈ നീക്കം വരും ദിവസങ്ങളിൽ അമേരിക്കയും മറ്റ് ലോകരാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ എപ്രകാരം ബാധിക്കുമെന്ന് ഉറ്റുനോക്കിയിരിക്കുകയാണ് ലോകം. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.